ഹായ് ഹലോ, വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ 2 ദിവസം പോയിട്ട് കുഞ്ഞുമ്മാടെ വീട്ടിലൊക്കെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് മക്കളും ഞങ്ങൾ ഫാമിലി എല്ലാവരുമായിട്ട് പോയി. അപ്പോൾ 2 ദിവസം കഴിഞ്ഞു. അവിടെ തന്നെ ഇരുന്നിട്ട് ബോറടിക്കുന്നു. പിന്നെ ഉമ്മാടെ ബ്രദറിനെ വിളിച്ചിട്ട് നമുക്കൊന്ന് പുറത്ത് പോയാലോ എന്ന് പറഞ്ഞു. ഓക്കെ, റെഡി, സെറ്റ്. അപ്പം ഞങ്ങൾ ശാസ്താംകോട്ട കായലൊക്കെ ഒന്ന് പോയി കണ്ടു. പക്ഷെ അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഒരു റീൽസൊക്കെ എടുത്തങ്ങ് ഫേസ്ബുക്കിലോട്ട് ഇൻസ്റ്റാഗ്രാമിലോട്ടും തള്ളിയിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങനെ വരുന്ന വഴിക്ക് എന്നാൽ പിന്നെ മൺട്രോത്തുരുത്തുനിന്ന് പോകാൻ പറഞ്ഞിട്ട് മൺട്രോത്തുരുത്തിലേക്ക് വെച്ച് പിടിച്ചു. അവിടെയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. വീഡിയോ ഇച്ചിരി ലെങ്ത് കൂടുതലായതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയിട്ട് 2 ഭാഗങ്ങളിലും ഇങ്ങനെ വെള്ളം ഇങ്ങനെ കിടക്കുന്ന നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ മരങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ചെന്നിട്ട് വണ്ടി അങ്ങോട്ട് ഒതുക്കി. അപ്പോൾ ഒതുക്കാൻ പോകുമ്പോൾ തന്നെ അവിടെ ഒരു പയ്യനും ഒരു കൊച്ചും കൂടെ നിന്നിട്ട് ചൂണ്ടായിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. ആ പോകുന്ന ആളിനെ കണ്ടോ, അതാണ് നമ്മുടെ മാമ എന്നെ കൊണ്ട് പോയത്. അപ്പോൾ നമ്മളങ്ങനെ പോയി. അവിടെ വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. 2 വെള്ളം ഒരുമിച്ച് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. അങ്ങോട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങോട്ട് പോയപ്പോൾ ഫോട്ടോ എടുത്തില്ല, തിരികെ വന്നപ്പോഴും ഫോട്ടോ എടുത്തു. അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ കണ്ടൊരു കാഴ്ച, ആ മരത്തിൻ്റെ മുകളിലേക്കൊന്ന് നോക്കിക്കേ. അവിടെ കളിക്കാൻ വരുന്ന പിള്ളേർ ബൂട്ട്സ് പന്നലാകുമ്പോൾ കെട്ടി മേളിലോട്ട് എറിയുന്നതാണ്. എന്നാൽ തുഞ്ചത്തൊക്കെ കയറി ഇന്നിങ്ങനെ കെട്ടണമെങ്കിലേ എന്നറിയാതെ എൻ്റെ വായിൽ നിന്ന് വീണുപോയി. ഉടനെ പറഞ്ഞു അത് പിള്ളേർ കയറിൽ ചണത്തിൽ കുരുക്ക് മേലോട്ടിട്ട് എറിയുന്നതാണ്. എന്തായാലും മുമ്പോട്ട് പോയി. അപ്പോൾ വെള്ളത്തിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് കണ്ടൽക്കാട് പോലെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ വള്ളത്തിൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെ അതിനകത്തൂടെ അതിനകത്തൂടെ കയറി എങ്ങനെ വരുന്നൊക്കെ പറഞ്ഞു. ഒന്ന് വെയിറ്റ് ചെയ്തു. അപ്പോൾ നോക്കിയപ്പോൾ കാണാൻ ഒന്ന് സൂം ചെയ്തു. അപ്പോൾ അവിടെ നിന്നൊരു വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ ആൾക്കാരൊക്കെ ഉണ്ട്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു. ആ കാഴ്ചയൊന്ന് കാണാമല്ലോ എന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്തത്. വീണ്ടും ക്യാമറ ഇങ്ങനെ റോൾ ചെയ്തു. തിരിച്ചു ചെന്നു നോക്കി. ആ വള്ളത്തിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് വന്നിട്ട് നിർഭാഗ്യവശാൽ ആ വള്ളം ഉള്ളിലേക്ക് വന്നില്ല. അതുകൊണ്ട് എനിക്കും കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. നമ്മൾ വള്ളത്തിലൊന്നും കയറിയില്ല കേട്ടോ. കാരണം മക്കളെയൊന്നും കൊണ്ടുവരാതെ ഒറ്റയ്ക്ക് വന്നുകൊണ്ട് അതിന് മെനക്കെടാൻ നിന്നില്ല. പിന്നെ എന്തുമായാലും വന്ന സ്ഥിതിക്ക് ഒന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തത്. നിങ്ങളെ ഇതുപോലെ വീഡിയോ ഇടാമെന്നും പറഞ്ഞല്ല, ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ കെട്ടിയേക്കുന്നതിൻ്റെ മേളിൽ കൂടെ തിര ഇങ്ങനെ അടിക്കുമ്പോൾ, തിരയല്ല ആ ഓളം അങ്ങനെ തള്ളുമ്പോൾ അതിൻ്റെ അകത്തേക്ക് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും നമ്മൾ ഇങ്ങനെ വണ്ടിയിൽ കയറി മുമ്പോട്ട് യാത്ര തുടർന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ജാക്കറ്റൊക്കെ ഇട്ട് ഒരു 3-4 വള്ളത്തിൽ ഇങ്ങനെ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഒരാൾ വന്നിട്ട് കാറിന് കൈ കാണിച്ചു. നമ്മൾ നിർത്തി. അപ്പം അയാൾ വള്ളത്തിൽ പോന്നു. 1 മണിക്കൂറിന് 500 രൂപയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇല്ല, പിള്ളേരുമായിട്ട് വരാം, എത്ര പേർക്ക് വള്ളത്തിൽ പോകാമെന്നൊക്കെ മാമ ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ 7 പേർക്ക് പോവാം, പക്ഷേ 2 മണിക്കൂർ വേണ്ടി വരും കാഴ്ചകളെല്ലാം കണ്ട് തീരാൻ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഫുഡൊക്കെ സൂപ്പർ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. നല്ല ഭംഗിയുള്ള പ്രശാന്ത സുന്ദരമായ സ്ഥലം എന്നൊക്കെ പറയാം. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലം കേട്ടോ. അടിപൊളി സ്ഥലം. അപ്പോൾ ആ ഭംഗി കണ്ടൊരു വീഡിയോ എടുത്തു. എങ്കിൽ പിന്നെ അത് ഇങ്ങോട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ കാണുന്ന കാഴ്ചകൾ മറ്റുള്ളവർക്കും കണ്ണിന് കുളിർമയേകുന്നതാണെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതേ കണ്ടോ, അവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനായിട്ടോ അവിടെ കുറച്ച് നേരം നിർത്തിയത്. എന്നിട്ട് വീണ്ടും ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഒരാൾ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു എന്ന്, വള്ളത്തിൽ പോരുന്നോ, 1 മണിക്കൂർ 500 രൂപയെന്നൊക്കെ അയാളാട്ടോ ആ കണ്ടത്. അതിനുശേഷം നമ്മൾ വീണ്ടും വണ്ടി തിരിച്ചു. തിരികെ എന്ന് വെച്ചാൽ നേരെ സന്ധ്യാവാറായി. ഞാൻ പറഞ്ഞു 5 മണി കഴിഞ്ഞതിന് ശേഷമാണ് പോയത്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്കുമൊക്കെ ഓരോരുത്തർ ഇങ്ങനെ കൈ കാണിച്ചിട്ട് വള്ളത്തിൽ പോകാനായിട്ട് ഇങ്ങനെ റേറ്റ് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വള്ളത്തിൽ കയറാൻ നിന്നില്ല. തിരികെ പോകുമ്പോഴും മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി അങ്ങ് മുമ്പോട്ട് ചെല്ലുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ആ തെങ്ങുകളിങ്ങനെ വളർന്നിങ്ങനെ ആ പുഴയിലേക്ക് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്ന കാണാൻ അതിലേറെ ഭംഗി. അതേ കണ്ട, അടിപൊളിയല്ലേ. നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.